ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോൾ ഇൻ ലവിൻ്റെ മൂന്നാമത്തെ പാട്ടാണ് കേട്ടോ. എപ്പിസോഡ് സ്റ്റാർട്ടാവാൻ തന്നെ നമ്മുടെ ഹീറോയിൻ്റെ വീട് കാണിച്ചിട്ടാണ് നമ്മുടെ ഗുവും അതുപോലെ സ്റ്റെപ്പ് സിസ്റ്ററും സ്റ്റെപ്പ് മദർ എല്ലാവരും ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഹീറോയിനെ എവിടെയും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് മദർ പറയുന്നുണ്ട് ഹീറോയിൻ ആ മാല റിപ്പയറിങ് വാങ്ങാൻ പോയിക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ആ ഷോപ്പിൽ നിന്ന് മാല വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ സിസ്റ്റർ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നെ അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനെ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് ഞാൻ അവിടെ കുറച്ച് ഡ്രോയിങ്സ് വരയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങാൻ വന്നതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ഡ്രോയിങ്സ് ഇഷ്ടമാണോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സിസ്റ്ററും പറയുന്നുണ്ട് അതെ എനിക്കിഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവള് പറയാണ് പെയിൻ അറിയുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനെ അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ സിസ്റ്റർ പറയുന്നുണ്ട് ഗുവും അതുപോലെ തന്നെ നീ നല്ല ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ വരുന്നുണ്ട് കേട്ടോ. അവൻ ഈ ടോക്കിങ് കേട്ടോടാണ് വരുന്നത്. എന്നിട്ട് ഹീറോ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളോട് സംസാരിക്കാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ സിസ്റ്റർ പറയാണ് അല്ല നീ എന്നെ ഫോളോ ചെയ്ത് വന്നാണോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ സിസ്റ്റർ ഒന്ന് രണ്ടും പറഞ്ഞിട്ട് അടിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ സിസ്റ്ററാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോണ്ട്. അപ്പോൾ ഈ സമയത്ത് ഹീറോയിൻ പിന്നെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. നിൽക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഹീറോ തിരിച്ചു വരേണ്ട ആ സമയത്ത് ഹീറോയിൻ പറയാണ് അവൾ കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹീറോ പറയാം അത് എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിസ്റ്ററാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ ഡ്രോയിങ് വരയ്ക്കാൻ പോയ കടയിൽ പോയിട്ടുണ്ട്, അയാളാണെങ്കിൽ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മുടെ പെയിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. അവൾക്ക് പെയിനെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഗുവാണ് കേട്ടോ. അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഹീറോയിൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവനാണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സും മിൽക്കൊക്കെ എടുത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവള് ചോദിക്കിയത് എന്തെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട് ഇതൊക്കെ നൈറ്റ് സ്നാക്സ് ആണെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട് ഈ ടൈമിൽ നീ എൻ്റെ റൂമിൽ വരുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം സ്റ്റെപ്പ് സിസ്റ്റർ കണ്ടാൽ തെറ്റിദ്ധരിക്കുന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി അവൾക്ക് തെറ്റിദ്ധാരണ എന്നൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് നീ പോകാൻ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇവനാണെങ്കിൽ പിടിച്ച് അവൾ പുറത്താക്കുന്നുണ്ട് കേട്ടോ. ഇവന് പോകാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ ഇവൻ പോണതാണെങ്കിൽ കറക്റ്റ് നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ കാണുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് ഇവളും സാഡൊക്കെ ആവുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്ന നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ടൈമിൽ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്ററും അതുപോലെ സ്റ്റെപ്പ് മദറൊക്കെ എന്താ നോക്കുന്ന ടൈമിൽ നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനോട് ഇവിടെ വന്നിരിക്കുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഒരാൾ വരുന്നുണ്ട്. ആളൊരു ലെറ്റർ ഡെലിവറി ചെയ്യാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് മദർ അത് പോയി വാങ്ങുന്നുണ്ട്. അത് വേറൊന്നല്ല, നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ റിപ്പയറിങ് കടയിൽ പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കില്ലേ, അപ്പോൾ അതിൻ്റെ സീല് വെച്ച ലെറ്ററാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ അതുപോലെ സ്റ്റെപ്പ് മദർ വിളിച്ച് ചോദിക്കേണ്ടത് എന്താണ്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് എൻ്റെ മാല റിപ്പയറിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പൈസ ഹീറോ കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഫാദറാണെങ്കിൽ നമ്മുടെ ഹീറോയിനും കൂടി ഫുഡ് കഴിക്കാൻ വിളിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവൻ്റെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് ആരെ വിളിച്ചു ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഹീറോയിൻ്റെ വീട്ടിൽ നിന്നാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ പോകാനാന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഗു ആണെങ്കിൽ ഹീറോയിനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ വരുമ്പോൾ ഒരു ഗിഫ്റ്റും കൊണ്ടാണ് അവൾ അച്ഛന് വന്നേക്കുന്നത്. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് അവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് മദർ ചുമ്മാ ഇരിക്കുകയാണ്. നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയാണ് അല്ല നിങ്ങളെങ്ങനെ കണ്ടുമുട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിലോ ഒരു വലിയൊരു കള്ളം പറയുന്നുണ്ട് കേട്ടോ. വേറൊന്നല്ല, നമ്മുടെ ഹീറോയിൻ സ്ട്രീറ്റിലൂടെ പോകുന്ന സമയത്ത് അവളെ കയ്യിൽ ആ മാല ഉണ്ടായിരിക്കും. അങ്ങനെ ഇവൻ്റെ കൈ കൊണ്ടാണ് ആ മാല പൊട്ടിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതാണ് അവന് അതിൻ്റെ പൈസ കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആക്ച്വലി അങ്ങനെയൊന്നല്ല, പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ അവിടെ സേഫ് ആക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് മദർ ആലോചിക്കാണ് ഇതെന്താ ഹീറോ ഒരുപോലെ പറയണമെന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സ്റ്റെപ്പ് മദർ ചോദിക്കുന്നുണ്ട് ആണോ ഗൂന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവന് മാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സ്റ്റെപ്പ് മദർ ചോദിക്കുന്നുണ്ട് അതല്ല നീ അപ്പം എന്തിനാ അവിടെ പോയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവൻ പറയുന്നുണ്ട് ഞാൻ ഗൂവിൻ്റെ ആവശ്യത്തിന് പോയതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് മദർ ഹീറോയിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവളും സെയിം ആൻസറി പറഞ്ഞിട്ടായിരിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗുവും അതൊക്കെ സത്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഫാദർ പറയുന്നുണ്ട് മതി സംസാരം എനിവേ താങ്ക്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ മോളെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ചേർസ് പറഞ്ഞ് ഫുഡ് കഴിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ ആലോചിക്കുകയാണെങ്കിൽ ഇവൻ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണല്ലോ പറഞ്ഞതെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവരെ മീറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾ വരുന്ന സമയത്ത് നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്ററും സ്റ്റെപ്പ് മദറും സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പ് സിസ്റ്റർ പറയാണ് ആക്ച്വലി ആ മാല പൊട്ടിയത് എൻ്റെ കൈ കൊണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോയിൻ ഹൈഡ് ചെയ്ത് വെച്ചു, അതെന്തിനാന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സ്റ്റെപ്പ് മദർ പറയുന്നുണ്ട് അവൾ നമ്മൾ വിചാരിച്ച പോലെ നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾ നല്ല ഇൻ്റലിജൻ്റാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്നത് വളരെ കെയർഫുള്ളായിട്ട് വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവളെങ്ങനെയെങ്കിലും നമുക്ക് ഇവിടുന്ന് അടിച്ച് പുറത്താക്കണം, അല്ലെങ്കിൽ സ്വത്തുക്കളൊക്കെ അവൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റെപ്പ് മദർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കണ സമയത്ത് നമ്മുടെ ഹീറോയിൻ നല്ല
ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവൾ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അവൾക്ക് ഓൾറെഡി ഇവരെ ക്യാരക്ടേഴ്സൊക്കെ അറിയാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോനെ കോൾ ചെയ്തിട്ട് മീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ അവർ രണ്ടുപേരും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയും വന്നിട്ട് താങ്ക്സ് പറയുന്നുണ്ട്. അതായത് ഇവളെ സേവ് ചെയ്തതിനായിട്ട് ഇവൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് പറയുന്നത് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എനിക്ക് അതൊക്കെ ഗസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ല ബ്രില്യൻറ്റ് ബോയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇവന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ ഹീറോ പറയുന്നുണ്ട് എനിക്കറിയാം നിനക്ക് അവരോട് റിവെഞ്ച് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിന് തീർക്കാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളുടെ ഡയറി തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കേണ്ട ലാമ്പ് ഉണ്ടോ ചോദിക്കേണ്ട. അപ്പോൾ അവനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ലാമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഇവളാണെങ്കിൽ ആ ഡയറി കത്തിക്കുന്നുണ്ട്. അത് കണ്ട് നമ്മുടെ ഹീറോ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഈ ഡയറിക്ക് വേണ്ടിയിട്ടല്ല നീ എൻ്റെ അടുത്ത് അന്ന് തല്ലുകൂടിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഈ ഡയറിയിൽ ഓരോ വേർഡ്സ് എനിക്ക് കാണാപ്പാടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹീറോ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ഡീൽ വയ്ക്കുകയാണ്. അതായത് നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവൻ്റെ കൈ പിടിച്ചിങ്ങനെ തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയാണ് നീ നല്ല എനർജി ഉള്ള ഗീളാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹാനയാണ് കേട്ടോ. ഇവനാണെങ്കിൽ ഒരു ഫ്ലവറും കൊണ്ടുവന്ന് നമ്മുടെ ആക്ടർ പെണ്ണിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്. ഈ സമയത്ത് ഈ പെണ്ണിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹാനാണെങ്കിൽ ഉള്ള ഫ്ലവർ കൊടുക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആക്ടർ പെണ്ണാണെങ്കിൽ ഇവൻ്റെ കണ്ണിൽ നോക്കിയിട്ട് അവളെ തന്നെ ലുക്ക് നോക്കാണ് കേട്ടോ. എന്നിട്ട് ഇവൾ പറയാണ് ആ നല്ല ലുക്കായിട്ടുള്ള മിറർ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇവൻ്റെ കണ്ണിനാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് ഇവനാണെങ്കിൽ പൂ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇവൾ പറയുന്നുണ്ട് സ്ട്രേഞ്ചേഴ്സിനൊക്കെ ഞാൻ പോവാങ്ങാറില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഗൂനാണ് കാണിക്കുന്നത്. അവ ഹീറോൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയേണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഗൂ പറയുന്നുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വന്നിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഗൂ പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അമ്മ മരിച്ചതിൻ്റെ ഫ്യൂണറൽ അതായത് മരിച്ച ദിവസം ഉണ്ടല്ലോ അതിൻ്റെ ചടങ്ങുകൾ നടത്തണം. അതിന് വേണ്ടിയിട്ട് അവൾക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോ ചോദിക്കേണ്ടത് എവിടെയാണ് ചോദിക്കുമ്പോൾ ഇവനും പറയുന്നത് ബുദ്ധിസ്റ്റ് ടെമ്പിളാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് അവൾ അറ്റയ്ക്ക് ആരെങ്കിലുമൊക്കെ വരുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവന് നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളെ അമ്മയ്ക്ക് മര്യാദയൊക്കെ ചെയ്യാൻ വന്നിക്കാണ് കേട്ടോ. ആ സമയത്താണെങ്കിൽ അവിടുത്തെ സന്യാസിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ അവിടേക്ക് ഒരു സ്ട്രേഞ്ചറെ കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഗൂവാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇവൻ്റെ വണ്ടിയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഇറങ്ങി നടക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട് അല്ല സാർ നടക്കാൻ ചോദിക്കുമ്പോൾ ഇവനും പറയുകയാണ് ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റ് ആയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് ഒരു സ്ട്രേഞ്ചർ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. ഇയാളാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. സ്റ്റേപ്പ് മാത്രമുള്ള കസിനാണ്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിന് ഇയാളെ പിടിച്ച് തള്ളിയിട്ട് പുറത്തേക്ക് ഓടുന്നുണ്ട് കേട്ടോ. ടൈമിൽ കറക്റ്റ് നമ്മുടെ ഗൂ വരുന്നുണ്ട്. ഗൂവിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ഗൂ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാൻ ചോദിക്കുമ്പോൾ ഈ സമയത്ത് ഇയാളാണെങ്കിൽ നമ്മുടെ ഗൂവിനെ അടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഗൂ ആണെങ്കിൽ ഇയാളെ പിടിച്ച് അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിച്ച് ഇയാളെ ലോക്കാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗൂ നീ ഓക്കെ അല്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ മാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ രണ്ടുപേര് കാണണ്ടായിരിക്കും കേട്ടോ. ഈ രണ്ടുപേര് വേറെ അല്ല നമ്മുടെ ഹീറോ ആണെങ്കിൽ ഏർപ്പെടുത്തായിരിക്കും. എന്നിട്ട് നമ്മുടെ ഹീറോനെ വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ സേഫാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരാൾ അറ്റാക്ക് വന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഗൂവാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കാണ് കേട്ടോ. നിന്നെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ സംസാരിക്കേണ്ടി ഇവളും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ വന്നിട്ടായിരിക്കും. ഇവനാണെങ്കിൽ ബൈനോക്കുലർ വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ സമയത്ത് അസിസ്റ്റൻറ്റ് ചോദിക്കുകയാണ് നീ എന്താ നോക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനും പറയാണ് വേറൊന്നല്ല നമ്മുടെ ഗൂവും അതുപോലെ ഹീറോയിനും റൂമിലല്ല അതാന്ന് നോക്കിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഗൂവിന് കോട്ടൊക്കെ ഇട്ട് കൊടുത്ത് അവൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ കാറിലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഉറങ്ങാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും അതായത് നിന്നെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എൻ്റെ ബെസ്റ്റിനെ നിനക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളാണ് അവൾ ആലോചിക്കുന്നത്. എന്നിട്ട് ഇവളാണെങ്കിൽ ആ ചില്ലിൽ താങ്ക്സ് എന്നൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് എഴുതിയിട്ട് അവൾ തിരിച്ചു പോകും. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല. ഇതൊക്കെ ഇവൻ കാണുന്നുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഈ ഒരു സീനും കാണിച്ചിട്ടാണ് നമ്മുടെ ഈ പാർട്ട് 3 ഉണ്ടാവണത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ ബൈ.